നമസ്കാരം യൂട്യൂബ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പോ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജു ടെക്കി തന്നെയാണ്. സഞ്ജു ടെക്കി ഇപ്പോ കാറില് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഒരുക്കിയിട്ട് നമ്മുടെ അംബാൻ സ്റ്റൈലില് സ്വിമ്മിംഗ് പൂളൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ അത് സ്വന്തം പൈസ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ടാറ്റ സഫാരി എന്ന കാറില് ആള് ടർപ്പാലേക്ക് തിരിച്ച് സ്വിമ്മിംഗ് പൂൾ ഒരുക്കി അതില് കുറെ അപരാധങ്ങൾ പരിപാടികളൊക്കെ കാണിച്ച് ഇതേ റോഡിൽ ഇറങ്ങിയിട്ട് ഇതേ ആള് ഇതിപ്പോ ഭയങ്കരമായിട്ട് അയറിൽ കയറിക്കൊണ്ടിരിക്കാറില്ല. അതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അതിനു മുമ്പ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ചേട്ടൻ ഓ എന്റെ മോനെ എന്താ എൻട്രി അല്ലെ, പോലീസ് സ്റ്റേഷനിലേക്കുള്ള എൻട്രി ഉണ്ടല്ലേ എന്താ. ഓ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പരിപാടി കണ്ടത്. കാറിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളിൽ ഒരുക്കി അതൊന്നും യാതൊരു പ്രശ്നമല്ല. കാറിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളാ എന്ത് തേങ്ങയിലും ഒരുക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ അത് പൊതുനിരത്തിൽ ഇറക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ പൊതുനിരത്തിൽ ഇറക്കിയിട്ട് എയർ ബാഗ് പൊട്ടി, എയർ ബാഗ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമാണ്. എയർ ബാഗ് പൊട്ടിയിട്ട് എങ്ങാനും ഒരു ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ആ കാർ അവിടെ നിന്ന് കത്തിയാണ്. ആ കാർ അവിടെ നിന്ന് കത്തിയിരുന്നെങ്കിൽ അവിടെ ഒന്നാമത് പൊതു നിരത്തിലാണ് ഈ സംഭവം പരിപാടി ഇറങ്ങുന്നത്. അപ്പൊ എങ്ങാനും അതവിടെ വല്ല പൊട്ടിത്തെറി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് അവിടെ പരിക്ക് പറ്റും. അതൊന്നും ഒരാൾ ചിന്തിക്കുന്നില്ല. കണ്ടന്റാണ് മെയിൻ പ്രോബ്ലം. കണ്ടന്റാണ്. കുറച്ചാള് ആരെയൊക്കെയോ പറ്റിച്ചിട്ട് ആരും കാണാത്ത കുറെ റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോ കണ്ടന്റുകൾ കൊണ്ട് അമ്മാനെ വാടിക്കൊണ്ട് നമ്മുടെ സഞ്ജു ടെക്കി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഒരുക്കിക്കോ, പക്ഷെ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിക്കോ, കാറില എവിടെ വേണമെങ്കിലും ഒരുക്കിക്കോ, നോ പ്രോബ്ലം. പക്ഷെ അതും കൊണ്ട് ഈ പൊതുനിരത്തിലൊക്കെ ഇറങ്ങി പൊതുശല്യമായി മാറേണ്ട വല്ല കാര്യം ഉണ്ടാ എന്റെ മോനെ. ഒന്നില്ലെങ്കിൽ അത് വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ പരിപാടി ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോ വണ്ടിയല്ലേ ഓടിക്കുന്നത്. ഇപ്പൊ എന്റെ ലൈസൻസ് എങ്ങനെ കട്ടായിരുന്നു, എനിക്കിത് ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ശരിയാണ്, വണ്ടി അവന് ഓടിക്കാം, കുഴപ്പമില്ല. ഇവനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഇവന്റെ കൂട്ടുകാരന്റെ ലൈസൻസ് ആണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇവന് വണ്ടി ഓടിക്കാം, നോ പ്രോബ്ലം. ഇവനെ വിശ്വസിച്ച് കൂടെ വന്ന ഇവന്റെ കൂട്ടുകാരൻ എന്ത് വെച്ച് സത്യം പറഞ്ഞ അവന് കിട്ടണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇങ്ങനത്തെ കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ നടക്കുന്ന എല്ലാവർക്കും ഈ പരിപാടി എന്തായാലും ഒരു പാഠമായിക്കട്ടെ. അതുകൊണ്ടാണ് ഈ മീഡിയ ഉണ്ടല്ലോ അവര് പറയണ കംപ്ലീറ്റ്ലി നിങ്ങൾ ആരും വിഴുങ്ങല്. ശരിയാണ്, മീഡിയ പറയുന്നത് കംപ്ലീറ്റ് അങ്ങനെ വിഴുങ്ങരുത്. ശരിയാണ്, അത് പറഞ്ഞത് പോയിന്റ്. ഓക്കെ, മീഡിയ പറയുന്നത് അത്രയും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കരുത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം, പ്രത്യേകിച്ച് ഈ കാര്യം. ഇത്രയും കാണിച്ചു കൂട്ടിയതിനു ശേഷം ഇവിടെ വന്നിട്ട് പിറ്റത്തെ ദിവസം വന്നിട്ട് വ്ളോഗ് എടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു രംഗമൊക്കെ ഒരു സിനിമ സ്റ്റൈലില് ചിത്രീകരിച്ച്, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന രംഗമൊക്കെ സിനിമ സ്റ്റൈലിലാണ് ചിത്രീകരിച്ചേക്കണം. എന്നിട്ട് വരെ ഒരു കൂസലില്ലാണ്ട് MVD-നെ വെല്ലുവിളിച്ച് ഇങ്ങനെ കിടന്ന് നടക്കുന്ന ഇവനൊക്കെ ഇതിനപ്പുറം വലുത് വരാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോ അടുത്ത് ഇറങ്ങിയ ന്യൂസ്. അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. സഞ്ജു ടെക്കിക്കെതിരെ കേസെടുത്തതിന് ശേഷം ഈ കേസെടുത്തത് പോലും തനിക്ക് റീച്ച് കൂട്ടുകയാണ്. 10 ലക്ഷം രൂപ ചിലവാക്കിയാൽ പോലും ലഭിക്കാത്ത റീച്ച് തനിക്ക് കിട്ടി. ഈ പരിശീലന ക്ലാസ് തന്നെ താനൊരു ട്രിപ്പായിട്ടാണ് കണക്കാക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ഇത്തരത്തിൽ കേസെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് സമൂഹത്തിൽ തെറ്റായൊരു സന്ദേശം നൽകില്ലേ? എന്താണ് ഇപ്പോൾ വകുപ്പിന്റെ തീരുമാനം? ഇയാളുടെ ഈ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ പൂർണ്ണമായും എടുത്ത നടപടിക്രമങ്ങൾ അത് എന്റെ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമങ്ങളെ
വെല്ലുവിളിക്കുന്ന ഇത്തരം നടപടിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം കർശനമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇത് സംബന്ധിക്കുന്ന നിയമലംഘനങ്ങളെല്ലാം പ്രോസിക്യൂഷൻ നടപടികൾക്ക് വേണ്ടി നാളെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ എത്തിക്കുന്നതാണ്. അതുകൂടാതെ ഇതുവരെയും എടുത്തിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളുടെയും വിശദമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ രമണൻ. വളരെയധികം നന്ദി ശ്രീ രമണൻ സാർ. രമണൻ സാറിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇത്തരം പ്രവൃത്തികൾ പൊതുനിരത്തിൽ കാണിക്കുന്ന ആൾക്കാർക്ക് ലൈസൻസ് ആജീവനാന്തം അങ്ങോട്ട് എടുത്ത് കളയുക. അതെനിക്ക് ഏറ്റവും ബെറ്റർ. അതാവുമ്പോൾ പിന്നെ പൊതുനിരത്തിൽ ഇത്തരം അപരാധങ്ങളൊന്നും കാണേണ്ടി വരില്ലല്ലോ. എന്തായാലും ഇത് 10 ലക്ഷം രൂപ കൊടുത്താലും റീച്ച് കിട്ടാത്ത അത്രയും വലിയ റീച്ചിലേക്ക് ഈ ഒരു വീഡിയോ പോയി എന്നാണ് സഞ്ജുടേക്ക് പറയുന്നത്. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ രമണൻ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈസൻസ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞ പിന്നെ ഈ പ്രശ്നം അങ്ങോട്ട് തീരില്ലോ. അപ്പോ വീട്ടിലിരുന്ന കൊണ്ടുള്ള അപരാധങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ കാണേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇത്രയും നടന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും സഞ്ജുടേക്ക് വീണ്ടും ഒരു സംഭവം കൂടി പറയുന്നുണ്ട്. നമ്മൾ ചെയ്ത റോങ് ആണ്. കാരണം നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു പബ്ലിക് ന്യൂസൻസും ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരിക്കും ഇതേപോലത്തെ കോണ്ടന്റുകൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യം നൈസ്. ഇത്തരത്തിലുള്ള അപരാധങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു പബ്ലിക് പ്രോപ്പർട്ടിയിലായിരിക്കും ഇത്തരത്തിലുള്ള അപരാധങ്ങൾ നമുക്ക് ഇനി കാണാൻ പറ്റുക. എന്തായാലും കാണാം, കണ്ടെന്നെ അറിയാം. അപ്പോ ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു സംഗതി വെക്കുകയാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാർ. അപ്പൊ അവരുടെ ഒരു വീഡിയോ കൂടി ഇതിനകത്ത് വെക്കുകയാണ്. அது சொல்ல மாட்டாங்க. மொத்தத்தை 8000 ஃபைன் போடுவாங்க. சைன் பண்ண இனி കൂടുതൽ വേണമെങ്കിൽ വേറെ എവിടെയും ചോദിക്കും. കേസ് എന്താന്ന് വെച്ചാൽ വണ്ടിയുടെ ഓൾട്ടറേഷൻ ആണ് ഒരു കേസ്. രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ്. അപ്പൊ அந்த வண்டிக்கு சார் கம்பெனி கூட லைட் வந்து சார் മനസ്സിലായി. சார் கம்பெனி கூட லைட் வந்து. டேய் வா வா வாங்க 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 வாங்க. அப்படியே அது பில்லு கொடு. பில்லு கொடு. வாங்க தெரியல கொடு. இல்ல. நம்ம கூட சம்திங் பண்ணல. எல்லா ஹார்ன் எல்லாருக்கும் வணக்கம். ஒண்ணும் இல்லைங்க, நம்ம வண்டி வந்து இப்போ கேரளாக்குள்ள ஒரு சின்ன வேலையா போயிட்டு இருக்கும்போது என்னன்னு பாத்தீங்கன்னா கரெக்டா நம்ம கோவிந்தாபுரம் தாண்டி கிட்டத்தட்ட ஒரு 2 கிலோமீட்டர்ல வந்து நம்ம வண்டியை எம்பிடி வண்டி வந்து பிடிக்குது. கேரளா மோட்டார் வெஹிக்கிள் டிபார்ட்மெண்ட் வண்டி வந்து நம்ம வண்டியை பிடிக்குது. நம்ம வண்டியோட நம்பர் பிளேட் வந்து ஆர்டிஓ ரூல்ஸ் ஆர்டிஓ நாம்ஸ் பிரகாரம் நம்ம வந்து ஐஎன்டி நம்பர் பிளேட் போட்டிருக்கிறோம். ரெண்டாவது இந்த வீல் அலாய்விங். ஓகேங்களா, இந்த வீல் வந்து நம்ம வந்து போடக்கூடாதாமா. சரி பரவாயில்ல சார், நாங்க போடல, என்ன ஃபைன் நாங்க கட்டிக்கிறோம்னு சொல்லி கேட்டோம். ஒரு வீலுக்கு வந்து 5000 ரூபாய்ங்களாமா. சரிங்களா, அப்படி மொத்தமா வந்து 4 வீலுக்கு 20000 ரூபாய். ரெண்டாவது இந்த வீலுக்கு இதுக்கு ஃபைன். நம்பர் பிளேட் இங்க ஒட்டி இருக்கிறோம். இந்த நம்பர் பிளேட் வந்து நாங்க ஸ்க்ரூ பண்ணி ஒட்டணுமாமா. இந்த நம்பர் பிளேட் சரிங்களா, இதுக்கு வந்து ஃபைன். அதுக்கு எவ்வளவு போட்டிருக்காங்க, அதுக்கு ஒரு 5000 ரூபாய். சரிங்களா, இந்த சன்ஸ்கிரீன் வந்து 50%. ഈ വീഡിയോന്റെ അടിയിൽ വന്ന ഒരു കമന്റുകളാണ് ഞാൻ വായിക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ള കമന്റുകളായിട്ട് എനിക്ക് തോന്നി. പണ്ട് കാലങ്ങളിൽ വ്യാപാരത്തിന് കാളവണ്ടിയിൽ പോയിരുന്നവരെ കൊള്ളയടിക്കാൻ കള്ളന്മാർ പതുങ്ങിയിരിക്കാറുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് തൊപ്പിയായി, യൂണിഫോമായി, റൂൾസായി, അധികാരമായി. പിന്നെ അതിൽ വേറൊരു കമന്റ് കൂടി ഉണ്ട്. കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളോട് ഇതേപോലെ ചെയ്ത് നിങ്ങളൊക്കെ എന്ത് ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കറക്റ്റുള്ള കാര്യമാണ്. അപ്പോൾ MVDനെ കുറ്റാക്കിയിട്ട് പറഞ്ഞോന്നല്ല, പല കാര്യങ്ങളും MVD നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ഭാഗത്ത് നിന്ന് നല്ല പ്രവൃത്തികളും ഒരു ഭാഗത്ത് ഇത്തരം പ്രവൃത്തികളൊക്കെ. ഇതിപ്പോ IND ബോർഡ് വെച്ചിട്ടുള്ള നമ്പർ പ്ലേറ്റിന് വരെ ഫൈൻ അടിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഒരു ടയറിന് 5000 രൂപ ഫൈൻ, അത് സ്റ്റെപ്പിനടക്കം 25000 രൂപ ഫൈൻ, 1.5 ലക്ഷം രൂപ ഫൈൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്നും പരിഗണനയിൽ വെച്ചേക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.